ഇളനീർക്കാരുടെ വ്രതത്തിന് ഇതിൽ നിന്നും കുറച്ചുകൂടി ലാളിത്യമുണ്ട്. നെയ്ക്കിണ്ടികൾ നെയ്യ് അതിൽ ശേഖരിച്ച് വായ്പൊതി കെട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇളനീര് പ്രകൃതിയുടെ തന്നെ സ്വാഭാവികമായ മൂടുപടത്തോട് കൂടിയതാണ്. കുറെ കൂടി പ്രകൃതിയുമായിട്ടിണങ്ങി കുറെ കൂടി ലളിതമായ പദമാണ് ഇളനീർക്കാരുടേത്. ഇളനീർക്കാരുടെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഇളനീരഭിഷേകത്തോടു കൂടിയാണല്ലോ രക്തപ്രവാഹം നിലച്ചു എന്ന് ഐതിഹ്യ കഥകൾ നമ്മൾ പറഞ്ഞത്. അതിന്റെ ശരിക്കും ആ ചടങ്ങിന്റെ അനുവർത്തനം ഇവിടുത്തെ ചടങ്ങുകളിലെല്ലാം കാണാം. അന്ന് നടന്ന സംഭവങ്ങളുടെ അനുവർത്തനം. എങ്ങനെയാണോ ഒറ്റപ്പിലാൻ ആദ്യമായിട്ട് അക്കരയ്ക്ക് ഇവരെയും കൂട്ടി പ്രവേശിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യം നീരെഴുന്നള്ളത്തിന് ആദ്യമായി അക്കരെ കടക്കൽ ചടങ്ങ് നടക്കുക. അതിനുശേഷമാണ് ഈ നെയ്യഭിഷേകം നടക്കുക, പാലമൃത് എഴുന്നള്ളത്ത് നടത്തുക, ഇളനീര് അഭിഷേകം നടത്തുക, ഈ ചടങ്ങുകളെല്ലാം. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ ചടങ്ങുകൾ ഏർക്കുന്ന ആളുകളെല്ലാം പുറക്കൂവം മുതൽ അതികഠിനമായിട്ടുള്ള വ്രതനിഷ്ഠയിലൂടെയാണ് കടന്നു വരുന്നത്. തീർത്ഥാടകരും കൊട്ടിയൂർ തീർത്ഥാടകരും അതുപോലെ തന്നെ വ്രതചര്യയിലൂടെ കടന്നു വരുന്നു. ഈ കൊട്ടിയൂരിലേക്ക് വരുന്നവർ എന്ത് തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കുന്നത്? കൊട്ടിയൂരിലേക്ക് വരുന്നവർക്ക് ഇത്തരത്തിൽ ഒരു വ്രതചര്യ നിഷ്കർഷിച്ചിട്ടില്ല. സാമാന്യമായിട്ടുള്ള നമ്മുടെ പോകുന്ന രീതിയിലുള്ള ആ വ്രതനിഷ്ഠയിലൂടെയാണ് കടന്നു വരുന്നത്. കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ കൊട്ടിയൂരിനൊപ്പം നമ്മൾ സന്ദർശിക്കേണ്ട മറ്റ് അമ്പലങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് അമ്പലങ്ങളുണ്ടോ? കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് മണത്തണയിലുള്ള കുണ്ടേൻ വിഷ്ണു ക്ഷേത്രം കൊട്ടിയൂരുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രസ്ഥാനമാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളായിട്ട് നിലവിൽ വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, വയനാട് ജില്ലയിലായിട്ട് ഏതാനും ക്ഷേത്രങ്ങളാണ് ഉപക്ഷേത്രങ്ങളായിട്ട് ഇന്നുള്ളത്. പക്ഷെ പൂർവികമായ ഒരു നിലയിൽ പറയുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെയുള്ള സ്വന്തം നിലയിൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ പോലും കൊട്ടിയൂരിന്റെ ഉപക്ഷേത്രങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. മണത്തണ കുണ്ടേൻ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷമായതാണ്. അതുപോലെ മണത്തണയിലെ ചപ്പാരം ക്ഷേത്രത്തിലെ ചപ്പാരം വാളുകൾ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന അക്കരെ കൊട്ടിയൂരില് വാളറ, ഭണ്ണാരറ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിക്കും. അവിടെ ഒരു സവിശേഷതയുള്ളത്, വളരെ പാരമ്പര്യമായിട്ടും പൂർവികമായും നമ്പൂതിരി സമുദായത്തിൽപ്പെടാത്ത ആളുകൾ, നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗതമായി പൂജ ചെയ്തു വരുന്ന ക്ഷേത്രമാണ് ചപ്പാരം ക്ഷേത്രം. അക്കരെ കൊട്ടിയൂരിലെ വാളറയിലും അവർ തന്നെയാണ് അധികാരികളായിട്ടുള്ളത്.